ഇറാന്റെ ചെറുത്തുനിൽപ്പിൽ അത്ഭുതപ്പെടുകയാണ് അമേരിക്കയും ഇസ്രയേലും അടക്കം ലോകരാഷ്ട്രങ്ങൾ. ഇത്രയും ദിവസമായിട്ടും ഇറാൻ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ മുന്നേറ്റം നടത്തുന്നു എന്നത് ആർക്കും മറച്ചുവെക്കാൻ കഴിയുന്നതല്ല. ഇസ്രായേലിൻ്റെ 2 സിറ്റികളിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി വീഴ്ത്തി. ഏതാണ്ട് 90ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഇസ്രായേലിന് സ്ഥിരീകരിക്കേണ്ടി വന്നു. മരണത്തെക്കുറിച്ച് ഇസ്രായേൽ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ വലിയ നാശനഷ്ടങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. സൈറൻ കേൾക്കുമ്പോൾ തന്നെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാൻ ആളുകൾക്ക് കഴിയും എന്ന സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടുകൂടി ഏതാണ്ട് 90 പേർക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആക്രമണം അതിശക്തമാവും. എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ ഏത് സ്ഥലത്തും ഇറാൻ ഇപ്പോഴും ഈ 23ാമത്തെ ദിവസവും ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കാൻ കഴിയുന്നു എന്നർത്ഥം. ഇറാൻ്റെ എല്ലാ ആയുധശേഷിയും ഇല്ലാതാക്കിയെന്നായിരുന്നു ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഒരു ദിവസവും അവർ അവസാനിപ്പിച്ചിട്ടില്ല. തൊട്ടയൽ രാജ്യങ്ങളായ UAE-യിലേക്കും ഖത്തറിലേക്കും ബഹ്റിനിലേക്കും കുവൈറ്റിലേക്കും സൗദിയിലേക്കുമൊക്കെ ഇപ്പോഴും മിസൈലുകളും ഡ്രോണുകളും പായിച്ചുകൊണ്ടിരിക്കുന്നു. അവയെ പ്രതിരോധിക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയുന്നുണ്ട് എങ്കിലും അവ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് പുറത്തറിയുന്നില്ല എന്ന് മാത്രം. എന്ന് വെച്ചാൽ ഇറാൻ്റെ ആയുധശേഷിക്ക്, മിസൈൽ ശേഷിക്ക് ഒരു തരത്തിൽ കോട്ടവും പറ്റിയിട്ടില്ല എന്നത് ഭയപ്പെടുത്തുന്നതാണ്.